ഞെട്ടിച്ച ഫോൺ സംഭാഷണം ന്യൂസ് മലയാളം പുറത്തുവിട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക വിവാദം. മാങ്കൂട്ടത്തിലിനെ എതിർത്തുള്ള കമന്റുകളുടെ പ്രവാഹമാണ് സാമൂഹിക മാധ്യമങ്ങൾ മുഴുവനും. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെയെന്നും രാഹുൽ ഒരു പൊതുപ്രവർത്തകനല്ലേ എന്നും കമന്റുകളിൽ ചോദ്യം. ന്യൂസ് ഡെസ്കിൽ നിന്നും ലിജോ വർഗീസാണ് ചേരുന്നത്. ലിജോ, ഈ ഓഡിയോ പുറത്തുവിട്ടതിന് ശേഷം അത് സമൂഹത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും അതിൻ്റെ ഒരു പ്രതിഫലനം കാണുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായും നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭധാരണത്തിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വൈചിത്ര്യം മനുഷ്യർക്ക് ഇനിയും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഒരു പക്ഷേ ഈ സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുന്നത്, സോഷ്യൽ മീഡിയയും ഞെട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു ഫാക്ട് തന്നെ ആയിരിക്കും അല്ലേ ലിജോ? ലക്ഷ്മി, നമ്മൾ ഇന്ന് പുറത്തുവിട്ടത് ഒരു വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ ഒരു ഓഡിയോയുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പുറത്തുവിട്ടത്. അതിൽ ഒന്നിൽ പറയുന്നത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം, എനിക്ക് നിന്നിൽ ഒരു കുട്ടി വേണം എന്ന് പറയുന്ന വാട്സപ്പ് ചാറ്റും, അതിനുശേഷം ഈ പെൺകുട്ടി വളരെ നിസ്സഹായമായി വളരെ ദുരിതാവസ്ഥയിൽ ഈ കാര്യം, അതായത് ഈ ഗർഭാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലണമെന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കണമെന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആജ്ഞയോ അല്ലെങ്കിൽ ഭീഷണിക്കോ മുമ്പിൽ വളരെ തളർന്ന രീതിയിൽ അല്ലെങ്കിൽ യാചിക്കുന്ന തരത്തിലുള്ള പെൺകുട്ടിയുടെ ഓഡിയോയാണ്. അങ്ങനെ രണ്ട് ഓഡിയോകളാണ് ഇന്ന് പുറത്തുവിട്ടത്. ഈ ഓഡിയോ പുറത്ത് വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും ഒപ്പം ആ പാർട്ടി നിൽക്കുന്ന UDF എന്ന സംവിധാനത്തിനെതിരെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദികൾ പങ്കിടുകയും അതോടൊപ്പം ചില ഉദ്ഘാടന പരിപാടികൾക്കായി വന്ന സിനിമാ താരങ്ങൾക്കെതിരെയും അടക്കം ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാൾ, ഒരു MLA എന്ന നിലയ്ക്ക് ഇത്രമാത്രം തൊലിക്കട്ടിയുള്ള ആൾ, ഒരു 10-35 വയസ്സ് മാത്രം അല്ലെങ്കിൽ അതിൽ താഴെ മാത്രം പ്രായമുള്ള ഒരാൾക്ക് ഇത്രമാത്രം തൊലിക്കട്ടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്ന അത്ഭുതത്തോടു കൂടി നിരവധി ആളുകൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തായി നമുക്ക് കാണാൻ കഴിയും. ഇനിയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമം, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ എന്ന് വിളിക്കുന്നതിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കപടത തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് അല്ലെങ്കിൽ ആ തരത്തിൽ അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുള്ള വീടുകളിലുള്ള മാതാപിതാക്കൾ സൂക്ഷിക്കണം. ഇത്തരത്തിലുള്ളവർ പൊതുപ്രവർത്തനം നടത്തുന്നത് വലിയ തരത്തിലുള്ള ഭീഷണിയാണ് സമൂഹത്തിനാകെ നൽകുന്നത് എന്നുള്ള തരത്തിൽ നിരവധിയായിട്ടുള്ള കമൻറ്റുകൾ കാണാം. അതിൽ വ്യാജൻ എന്ന് ചേർത്തുകൊണ്ട് വിളിക്കുന്ന കമൻറ്റുകളുണ്ട്, കോഴി എന്ന പേരിൽ വിളിക്കുന്ന കമൻറ്റുകളുണ്ട്. അങ്ങനെ നിരവധി കമൻറ്റുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം ഇന്നുണ്ടായിരിക്കുന്നത്. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാൻ കഴിയില്ല, ഇനി ഇതിനുള്ള മറുപടി ജനം നൽകും തുടങ്ങിയ കമൻറ്റുകൾ അതിൽ കാണാം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള അപജയം എന്ന നിലക്കാണ് പലതരത്തിലുള്ള കമൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. മുതിർന്ന നേതാക്കളടക്കം വിലക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ, അതോടൊപ്പം തന്നെ നേരത്തെ പാലക്കാടിൻ്റെ MLA ആയിരിക്കും ഇപ്പോൾ വടകര MP-യുമായിട്ടുള്ള ഷാഫി പറമ്പലിനെതിരെയും നിരവധി കമൻറ്റുകൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ആളുകൾക്കെതിരെയുള്ള വിമർശനം എന്ന നിലക്കുണ്ട്. മറ്റൊന്ന്, കുറെ കൂടി ദീനിബോധം എന്ന നിലയിൽ കൂടി പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗിലെ നേതാക്കൾക്കെതിരെയുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത്. അത് മുസ്ലിം ലീഗിലെ പല നേതാക്കളും ഗർഭചിത്രം എന്നത് ഖുറാൻ പ്രകാരം വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ വളരെ വലിയൊരു കുറ്റകൃത്യമാണ്. അത് നടത്തുന്ന ഒരാളെ പിന്താങ്ങുന്ന ലീഗ് നേതാക്കളെ നിങ്ങൾ എന്ത് കണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി നടത്തുന്നത് എന്നുള്ള വിമർശനമാണ് UDFൻ്റെ ഘടകകക്ഷി എന്ന നിലയ്ക്ക് ലീഗിനെതിരെ അല്ലെങ്കിൽ ലീഗ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ 2 ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 യുവ സിനിമാ താരങ്ങളെ, നടിമാരെ അവിടെ എത്തിച്ച് വലിയ തരത്തിലുള്ള പ്രൊമോഷൻ നടത്തിയിരുന്നു, അല്ലെങ്കിൽ ഒരു PR വർക്ക് എന്ന നിലക്ക് നടത്തിയിരുന്നു. അതിനെതിരെയും, അതായത് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്കെതിരെ സമീപനം സ്വീകരിക്കുന്ന ഒരാൾക്കൊപ്പം ചിത്രങ്ങൾ പങ്കുവെക്കുകയും അത് വലിയ തരത്തിൽ ആഘോഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നടിമാർ അവർ ഒരു വിചിന്തനം നടത്തണം എന്നുള്ളതാണ് ആ തരത്തിലുള്ള ആവശ്യങ്ങളായി വന്നിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള PR വർക്കുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരും. അയാൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അയാൾക്ക് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തതിനെ മറയ്ക്കാൻ കൃത്യമായി PR വർക്കുകൾ നടത്താൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിൽ കൂടിയുള്ള പ്രതികരണങ്ങൾ നമുക്ക് അങ്ങനെ കാണാം. അതായത് ഒരേ സമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, കോൺഗ്രസിനെതിരെ, UDF ഘടകകക്ഷി എന്ന നിലയ്ക്ക് ലീഗിനെതിരെ, അതോടൊപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും അതല്ലാതെയുള്ള സെലിബ്രിറ്റികളായ ആളുകളെയും ഒക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ ന്യൂസ് മലയാളം ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ഇപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, ലിജു, ഇതിനകത്ത് രാഹുൽ ചോദിക്കുന്നുണ്ട്, കേസുമായി ബന്ധപ്പെട്ട് കേസ് മുന്നോട്ട് പോവുകയാണല്ലോ, ആ ഘട്ടത്തിൽ ഞാൻ പ്രതികരിക്കാം എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഒരു ലൈംഗിക പീഡനത്തിന് ഇരയായ, അതല്ലെങ്കിൽ ഈ കേസിൽ തന്നെ ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത് വ്യക്തമാണ്, ആ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിരിക്കുന്ന പീഡനമാണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കുന്ന അൺഎത്തിക്കൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് സ്വയം അംഗീകരിക്കാനോ അതിലൊരു കുറ്റബോധം തോന്നാനോ അതിലൊരു മാപ്പ് പോലും പറയാനോ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമായി തന്നെ കാണണം എന്ന് തോന്നുന്നു ഒരു വശത്ത്. മറ്റൊരു വശത്ത് നേതാക്കന്മാർ തന്നെ ഇത് നോർമലൈസ് ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. രാഹുൽ എന്ത് ചെയ്തു എന്ന മട്ടിൽ VK ശ്രീകണ്ഠനെ പോലുള്ളവർ പ്രതികരിക്കുന്നു. ഷാഫി പറമ്പിനെ പോലെ പുതിയ കാലത്തിൻ്റെ നേതാക്കന്മാരായി ഏത് കാലത്തും ആളുകളെ, യുവാക്കളെ കാണുമ്പോൾ പഞ്ചുമായി നേരിടുന്ന നേതാവാണ്. പക്ഷേ എന്തുകൊണ്ട് ഒരു വാക്കുപോലും മിണ്ടുന്നില്ല എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത്. അതിനൊക്കെയുള്ള ഒരു മറുപടി കൂടി സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം അതിനെ കാണാൻ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഏതൊരു കേസിലായാലും ഒരു കേസ് ഉണ്ടാകുമ്പോൾ അതിന് പോലീസ് കേസന്വേഷണം നടത്തുന്നുണ്ട്, നിയമത്തിൻ്റെ വഴിക്ക് പോകും. ആ ഘട്ടത്തിൽ അതിന് ഞാൻ മറികടന്നു കൊള്ളാം അല്ലെങ്കിൽ നേരിട്ട് കൊള്ളാം എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു മറുപടിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇതിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ന്യൂസ് മലയാളം പുറത്തുവിട്ട ഈ ഓഡിയോ സന്ദേശമോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ സ്ക്രീൻഷോട്ടിനോ എതിരെ അല്ലെങ്കിൽ അത് നിരസിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ ഒരു ധാർമ്മികത എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നിയമം എന്നതിനപ്പുറത്തേക്ക് ഒരു MLA എന്ന നിലയ്ക്ക് ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെ ജനങ്ങളെ ആകെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ കാലത്ത് ഇപ്പോൾ കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പുതിയ കാലത്തുള്ളൊരു നേതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ ഒളിച്ചോടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇപ്പോഴും അവിടെ ആ പ്രശ്നങ്ങൾ അത് നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ തേച്ചു മാച്ച് കളയാനുള്ള ശ്രമം നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിനെതിരെ രൂക്ഷമായ വിമർശനം അവിടെയുണ്ട്. പല ആളുകളും വളരെ രൂക്ഷമായ ഭാഷയിൽ അല്ലെങ്കിൽ കുറെ കൂടി കടുത്ത ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്നുണ്ട്. ഇത്രത്തോളം ധാർമ്മികത ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്? ഈ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്ന ആളെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് അടക്കമുള്ള കമന്റുകൾ നമുക്ക് നവമാധ്യമങ്ങളിൽ കാണാം. മറ്റൊന്ന്, ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നേതാക്കളുടെ കൂട്ടം, അതിൽ MP ആയിട്ടുള്ള ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ വലിയ മുതിർന്ന നേതാക്കളായിട്ടുള്ള ആളുകളുണ്ട്, കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതിനെ വളരെ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് വിധേനയും സംരക്ഷിക്കണം എന്നുള്ള നിലപാട് പല നേതാക്കളും നേരത്തെ മുതൽ സ്വീകരിക്കുന്നതാണ്. അത് പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ഒരു റീ എൻട്രിക്ക് സാധ്യത ഉണ്ടാക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അവിടെ സീറ്റ് നൽകുന്നത് ഉൾപ്പെടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നേതാക്കളടക്കം ചേർന്ന് നടത്തുന്നത് പലപ്പോഴും അവിടെ നിന്ന് വാർത്തകളിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഒരു നോർമലൈസ് ചെയ്യുന്നതിനെതിരെ വലിയ തരത്തിൽ അതിപ്പോൾ VK ശ്രീകണ്ഠൻ്റെ ഒക്കെ ചിത്രം വെച്ചുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഡു നൽകുന്ന ചിത്രമൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു വിമർശനം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ഒരു PR എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള പല യുവനടിമാരെയും കൊണ്ടുവന്ന് അവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുകയും അത് കൃത്യമായി ഒന്നിൽ കൂടുതൽ, അതായത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ വഴിയല്ല, അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള സിനിമാ മേഖലയിലുള്ള അടക്കമുള്ള ആളുകളുടെ PR ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള വിസിബിലിറ്റി ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരാളാണെന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർക്കുന്ന തരത്തിലേക്ക് നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ആ തരത്തിലുള്ള അതിനകത്ത് ഈ നടിമാരെയൊക്കെ കൊണ്ടുവന്ന് ഈ PR പ്രാക്ടീസസ് നടത്തുമ്പോൾ മറുവശത്ത് സംഭവിക്കുന്നത് ഇതിനെതിരെ നിലപാടെടുത്തവർ, ഇതിനെതിരെ വാർത്ത കൊടുത്തവർ, ഈ ഇരയായ പെൺകുട്ടികൾ, ഇവർക്കൊക്കെ എതിരെയുള്ള സൈബർ അധിക്ഷേപം കൂടി ഈ PR എക്സസൈസിന്റെ ഭാഗമായി പാരലലായി നടക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും അത് ഇന്ന് ഈ വാർത്ത നടക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ആളുകളുടെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ ശ്രദ്ധിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ പെൺകുട്ടിക്ക് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് തുടങ്ങി അത് പറയാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയും കമന്റുകൾ ഇതിനെതിരെയും ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് കാണേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഈ പെൺകുട്ടിക്ക് വേണ്ടി കോടികൾ വാങ്ങി PR പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരെ നമുക്ക് അതിന് കീഴിൽ
കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ഇത് വളരെ സംഘടിതമായി ഒരു PR എക്സസൈസ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു PR ഏജൻസി എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതിനപ്പോഴാണ് വളരെ സ്വാഭാവികമായി ഇതൊരു നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട്, ഇതിന് ധാർമ്മികതയ്ക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായും നിയമത്തിന്റെ മുന്നിലത്തെ കാര്യങ്ങൾ നമുക്കറിയില്ല. പരാതി ഇല്ലാത്തത് കാരണം തന്നെ ഇപ്പോൾ മുന്നിൽ ഒരു ഇര പരാതിയുമായി പോയി നിൽക്കാത്തത് കാരണം അക്കാര്യങ്ങൾ അറിയില്ല. പക്ഷേ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ഒട്ടും ചേർന്നതല്ല ഈ പ്രവർത്തികൾ എന്നുള്ള കാര്യം കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്നതാണ്. ലിജോ വർഗീസാണ് വിവരങ്ങൾ പങ്കുവച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.